ഹായ്, നമ്മളെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇന്നൊരു മൂവി കാണാന്ന് പറഞ്ഞിട്ട് ഇന്നൊരു മൂവി ഉണ്ട്. ഏതാ മൂവി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പണ്ടൊക്കെ കണ്ടിട്ടുള്ള ഹോം അലോൺ ഉണ്ടല്ലോ. അപ്പൊ അതിന്റെ തന്നെ 2021 ഇറങ്ങിയിട്ടുള്ള ഹോം സ്വീറ്റ് ഹോം അലോൺ എന്ന് പറഞ്ഞിട്ടുള്ള മൂവിയാണ് കണ്ടത്. ഓക്കെ, അതെന്ന് പറയുമ്പോൾ നമുക്കറിയാം സാധാരണഗതിയിൽ ഹോം അലോൺ മൂവീസിൽ എങ്ങനെയാണ് ഉണ്ടാവല്, ആ ഒരു കാര്യം തന്നെയാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഇതെന്ന് പറയുമ്പോൾ മാക്സ് എന്ന് പറഞ്ഞിട്ടൊരു പയ്യനുണ്ട്, പിന്നെ അതേപോലെ തന്നെ അവരുടെ ഫാമിലി കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതേപോലെ രണ്ട് പേര് വില്ലന്മാരാന്ന് നമുക്ക് തോന്നുന്ന രണ്ട് പേര്, പക്ഷെ അവരെന്താണ് സിനിമയിൽ ശരിക്കും വില്ലന്മാരല്ല. അവര് ഇത്തരം കുറച്ച് കഥാപാത്രങ്ങളൊക്കെ ഉള്ളൊരു സിനിമയാണ് ഈ പറയുന്ന ഹോം സ്വീറ്റ് ഹോം അലോൺ എന്ന് പറയുന്ന മൂവി. അതില് മെയിനായിട്ട് ഉള്ളത് മാക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഥാപാത്രമാണ്. ആ ഒരു കുട്ടീനെ ഫോക്കസ് ചെയ്തിട്ടാണ് സിനിമ ഫുള്ള് പോകുന്നത്. അതായത് ഒരു ക്രിസ്മസ് സമയത്ത് എന്ത് ചെയ്യും, ഇവരുടെ ഫാമിലി എല്ലാവരും കൂടെ മറ്റൊരു സ്ഥലത്തോട്ട് പോകും. അപ്പൊ അങ്ങനെ പോകുന്ന സമയത്ത് എന്താണ്, ഈ മാക്സ് എന്ന് പറയുന്ന കുട്ടി ആ ഒരു വീട്ടിൽ എന്ത് ചെയ്യുന്നു, ഒറ്റയ്ക്കാവുന്നു. അപ്പോൾ അതില് ഉള്ളൊരു സംഭവമാണ്. അങ്ങനെ വീട്ടിൽ ഒറ്റയ്ക്കാവുന്ന സമയത്ത് ഒരു രണ്ട് പേര് ഒരു തെറ്റിദ്ധാരണന്റെ പുറത്ത് എന്ത് ചെയ്യുന്നു, ഇവരുടെ വീട്ടിലേക്ക് അവരുടെ ഒരു സാധനം ഇവരെടുത്തിട്ട് വന്നു. അതായത് ഈ വീട്ടിൽ പോയ സമയത്ത് അവരുടെ ഒരു സംഭവം, ഒരു വിലപിടിപ്പുള്ള ഒരു സംഭവം അത് എടുത്തു എന്ന പേരിൽ എന്ത് ചെയ്യും, അവര് തെറ്റിദ്ധരിച്ചതിന് ശേഷം ഈ കുട്ടിയുടെ വീട്ടിലേക്ക് എന്ത് ചെയ്യും, ഇവര് അത് എടുക്കാനായിട്ട് വരും. പക്ഷെ അങ്ങനെ വരുന്ന സമയത്ത് ആ ഒരു വീട്ടിൽ ആ ഒരു കുട്ടി ഒറ്റയ്ക്കാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോ ഈ കുട്ടി വിചാരിക്കും ഇവര് എന്താണ് മോഷ്ടിക്കാൻ വേണ്ടി വരുന്ന കള്ളന്മാരാണെന്ന് വിചാരിക്കും. എന്നിട്ട് ആ കുട്ടിയുടെ അടുത്തേക്ക് പോകുന്ന സമയത്ത് ആ കുട്ടി അവിടെ കൊടുക്കുന്ന കുറച്ച് പണികളുണ്ട് ഇവർക്ക്. അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു അടിപൊളി സിനിമയാണ് ഈ പറയുന്ന ഈ ഒരു മൂവി. അപ്പൊ ഇത് കണ്ടിട്ടുള്ളവർക്കാണെങ്കിൽ അറിയാം എങ്ങനെയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ നിങ്ങൾ അറിയണവരാണെങ്കിൽ എന്ത് ചെയ്യാം, ഒന്ന് കമന്റ് ചെയ്യാം. ഭയങ്കര രസമാണ്, അതേപോലെ തന്നെ എന്റർടൈൻമെന്റ് ആണ്, കുട്ടികൾക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റിയിട്ടുള്ള ഒരു മൂവിയാണ്. ഓക്കെ, അപ്പോൾ ഇടയ്ക്ക് ഇതേപോലുള്ള സിനിമകളൊക്കെ കാണുന്നത് എന്താണ്, നമ്മൾ സ്ട്രെസ് കുറയ്ക്കാനൊക്കെ എന്ത് ചെയ്യും, നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. ഈ മൂവി നമ്മുടെ ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആണ്, അവിടെ നിന്ന് കാണാവുന്നതാണ്. ഓക്കെ, പിന്നെ അതേപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ പുതിയ കണ്ടന്റുകളായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.